ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ SIT അന്വേഷണത്തെ തുറന്നു പ്രശംസിച്ച് തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുമ്പോഴും അതിനെ അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത നിലപാടിലാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് VD സതീശനും. കോടതിയുടെ നിരീക്ഷണങ്ങളെ മറച്ചുവെച്ച് ആരോപണങ്ങളിലൂടെ സംശയാവതരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ സമീപനം വസ്തുതകളെ നേരിടാൻ മടിക്കുന്ന രാഷ്ട്രീയ നിലപാടായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണത്തെ ചോദ്യം ചെയ്ത് രാഷ്ട്രീയം നേട്ടം തേടുന്ന കോൺഗ്രസ് സമീപനത്തെ മന്ത്രി P രാജീവ് തുറന്നടിച്ചതോടെയാണ് ഈ വിവാദം വീണ്ടും ശക്തമായത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അങ്ങേയറ്റം സത്യനിഷ്ഠമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി P രാജീവ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടും അത് കേട്ടഭാവം നടിക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ തയ്യാറാകുന്നില്ലെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് VD സതീശനെ ഉദ്ദേശിച്ചാണെന്ന കാര്യം നിഴൽ പോലെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഇടപെടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാദം വെറും പുകമറയാണ്. ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് ഹൈക്കോടതി അംഗീകരിച്ചതാണെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോടതിയിൽ സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ആഴത്തിൽ പരിശോധിച്ച ശേഷമാണ് അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി പറഞ്ഞത്. ഹൈക്കോടതി നേരിട്ട് നിയമിച്ച സംഘത്തെ അവിശ്വസിക്കുന്നതിലൂടെ പ്രതിപക്ഷം കോടതിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. തങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് പറയുമെന്ന് വിരട്ടുന്ന സതീശൻ യഥാർത്ഥത്തിൽ അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി P രാജീവ് പറയുന്നുണ്ട്. കോൺഗ്രസിന് സഭയ്ക്കുള്ളിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊന്നുമാണ്. വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറല്ല. പ്രത്യേക രീതിയാണ് പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്നതെന്നും രാജീവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നുണ്ട്. നിയമസഭയിൽ ചോദിക്കുന്ന കാര്യങ്ങളോടൊന്നും പ്രതിപക്ഷം പ്രതികരിക്കില്ല. സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച നടത്താൻ അനുവദിക്കില്ല. പിന്നീട് പുറത്തു വന്ന് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കും. ശബരിമല വിഷയം ആദ്യ സെക്ഷൻ മുതൽ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. എന്നാൽ ഒരു നോട്ടീസ് പോലും നൽകാതെ ചർച്ച ഒഴിവാക്കാനുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രകടിപ്പിച്ചെന്ന കാര്യമാണ് സഭയിൽ ഉദ്ധരിച്ചത്. എന്നാൽ കോടതിയുടെ ഈ പരാമർശങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പോലും വേണ്ടിയില്ല. വിവിധ വശങ്ങൾ പരിശോധിക്കാൻ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അധികാരം നൽകിയിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്ന് അറിയാത്തവരല്ലല്ലോ ഡിവിഷൻ ബെഞ്ചിലുള്ളവർ. ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന കേസിൽ സിംഗിൾ ബെഞ്ച് ഇങ്ങനെ പറയാമോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കും. സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ ശരിയല്ല എന്ന് പരോക്ഷമായി പറയുന്നതാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. സ്വർണം മോഷ്ടിച്ചയാളും വാങ്ങിയയാളും ഉപയോഗിച്ചയാളും സോണിയാഗാന്ധിയുമായി ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ വന്നു എന്നതിന് ഉത്തരമില്ലെന്നും P രാജീവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.